നമസ്കാരം. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലായിരുന്നു ആ ചടങ്ങ് നടന്നത്. അതായത് കേരളത്തിൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ കാലത്ത് വേട്ടയാടിയ, കള്ളക്കേസിൽ കുടുക്കിയ, ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടിയ പത്രപ്രവർത്തകർ, അതേപോലെ സാമൂഹ്യ പ്രവർത്തകർ, ആരൊക്കെ പിണറായിക്കെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ അവരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടിയതിൻ്റെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ക്രൈമിലേക്ക് ബന്ധപ്പെട്ട പല ചാനലുകളും ബന്ധപ്പെട്ടുള്ള അത്തരം ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയായിരുന്നു. അദ്ദേഹത്തെ അടക്കം വെറുതെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു. എന്നെ 44 ദിവസമാണ് ജയിലടച്ചത്. അതേപോലെ ഷാജൻ സ്കറിയ. ആ ചടങ്ങിൽ ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്താത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രേക്ഷകർ പൂർണ്ണമായി പ്രസംഗം കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഈ പ്രസ് ക്ലബിലാണ് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1999 ജൂലൈ 2 ഒരു പത്രസമ്മേളനം ഞാൻ നടത്തിയത്. അന്ന് AK നായനാരായിരുന്നു ഭരണം. അന്ന് P ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. എന്നെ അർദ്ധരാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. അർദ്ധരാത്രി എന്തിനാ അറസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല. എന്നെ AC അന്നത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജോർജും അവിടുത്തെ CAയും വന്നിട്ടാണ് എൻ്റെ വാതിലിന് പൊട്ടി വിളിച്ചത്. നന്നായിട്ട് ഉറങ്ങി, എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു. അന്ന് അർദ്ധരാത്രി എൻ്റെ ഓഫീസ് 1 മണിക്കാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത്. ആ റെയ്ഡ് ചെയ്തപ്പോൾ കൊണ്ടുപോയ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്നതാണ്. അർദ്ധരാത്രി ഒരു ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യണമെങ്കിൽ ആ ക്രൈമിൻ്റെ ഓഫീസിൽ എന്തെങ്കിലും സംഭവങ്ങളില്ലാതെ അവിടെ കയറി വരും. അതും AV ജോർജിനെ പോലെ ഒരാൾ. അന്ന് ആ ഒരു സൂട്ട് കേസിൽ അന്ന് പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ വെച്ച ചില കാസറ്റുകളായിരുന്നു അവർക്ക് ലക്ഷ്യം. അതിൽ P ശശി എന്ന് പറയുന്ന കേരളം കണ്ട അധമനായ രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ്റെ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ആഭാസത്രങ്ങളുടെ വീഡിയോകളായിരുന്നു, അത് കാസറ്റാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അതിലുപരി കേരളത്തെ ഞെട്ടിക്കുന്ന ശോഭന ജോർജുമായി ബന്ധപ്പെട്ട ഒരു കാസറ്റ്, കേരളം രാഷ്ട്രീയ ബോംബ് ആയിരുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസത്തെ ഞാൻ പത്രസമ്മേളനത്തിന് വെച്ച ഈ രേഖകൾ തപ്പിയാണ് അർദ്ധരാത്രി 1 മണിക്ക് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ആ സാധനങ്ങൾ ഇതാക്കുന്നു. എന്നെ അർദ്ധരാത്രി ഇവിടെ കടത്തുന്നു. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് പറയാം. ഈ അറസ്റ്റും കാര്യങ്ങളും മുൻകൂട്ടി ഞാൻ അറിഞ്ഞത് CP ജോൺ എന്ന് പറയുന്ന SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ സുഹൃത്തുക്കളായ രാജശേഖരൻ നായരോട് വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകണമെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. രാജശേഖരൻ നായർക്ക് നേരത്തെ അറിയാമെന്ന് ഇവിടെ നമ്മുടെ ചാരക്കേസ് കള്ളമാണെന്ന് തെളിയിച്ച തെളിയിക്കുന്ന മുൻകൈ എടുത്ത് പ്രവർത്തിച്ച, അല്ലെങ്കിൽ സ്പൈസ് ഫ്രം സ്പേസ് എന്ന പുസ്തകം എഴുതിയ അദ്ദേഹമാണ് എന്നെ അറിയിക്കുന്നത്. ശോഭന ജോർജുമായി ഞാൻ സംസാരിച്ചിരുന്നു. ശോഭന ജോർജ് എന്നെ വിളിച്ചിരുന്നു. നന്ദകുമാറിൻ്റെ ഫ്രണ്ടാണല്ലോ. നന്ദകുമാറും ഉണ്ടാവില്ല, ഇനി ക്രൈമും ഉണ്ടാവില്ല. നന്ദകുമാറിനെ ജയിലിൽ വെച്ച് ക്രിമിനലുകളുമായി ഏറ്റുമുട്ടി എന്ന നിലയിൽ കൊല്ലും. ക്രൈമിൻ്റെ ഓഫീസ് ഇതോടുകൂടി കൂട്ടും. അതിൻ്റെ ഭാഗമാണ് എൻ്റെ ഓഫീസിൽ നിന്ന് അർദ്ധരാത്രി ഈ ഡോക്യുമെൻ്റ് എടുത്ത് എൻ്റെ ഓഫീസ് സീൽ ചെയ്ത് പോലീസിനെ കാവലേർപ്പെടുത്തി എന്നെയും കൂടി കൊണ്ടുപോകുന്നത്. എന്നാൽ എനിക്ക് ഭാഗ്യം എല്ലാ സമയത്തും ഉണ്ടാകുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തായ രാജശേഖരൻ നായർ ലോകായുക്തയിൽ പോയി ഒരു പരാതി കൊടുത്തു. നന്ദകുമാറിനെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇതുവരെ എത്തിയിട്ടില്ല, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടുകാരെ എല്ലാവർക്കും അന്വേഷിച്ച് യാതൊരു വിവരവുമില്ല. ഇപ്പോൾ ലോകായുക്ത ഇടപെട്ടില്ലെങ്കിൽ, അല്ല ഈ കേസ് മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നെ നന്ദകുമാറിൻ്റെ ബോഡി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ലോകായുക്ത അന്ന് ജസ്റ്റിസ് PC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ DGPക്ക് വാണിംഗ് കൊടുത്തത് കൊണ്ടാണ് എന്നെ അന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അന്ന് കോഴിക്കോട് നിന്ന് അർദ്ധരാത്രി എന്നെ കൊണ്ടുവന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ രഹസ്യ സ്ഥലത്തേക്ക് ഒരു ജീപ്പിൽ കയറ്റി പോകുമ്പോഴാണ്, പോകാൻ റെഡിയാകുമ്പോഴാണ് അവിടുത്തെ SI രാധാകൃഷ്ണൻ നായർ ഓടി വന്നിട്ട് വണ്ടി നിർത്താൻ പറയുകയും വണ്ടി നിർത്തി എന്നെ ഇറക്കുകയും
എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് ഞാൻ ക്രൈമിൻ്റെ ഒരു ആരാധകനാണ് എന്ന് പറഞ്ഞ് നന്ദകുമാറിനെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. ഇനി DGPയുടെ ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നന്ദകുമാർ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ തന്നെ ജയിലിൽ ചിലപ്പോൾ ചില കുഴപ്പം അതും കൂടെ കവർ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ്. എന്നാൽ ലോകായുക്ത ഇടപെട്ടതുകൊണ്ട് എനിക്ക് അവിടെയും കുഴപ്പമുണ്ടായില്ല. ജഡ്ജ് എനിക്ക് പിറ്റേ ദിവസത്തെ കള്ളക്കേസാണെന്ന് പറഞ്ഞ് ജാമ്യം തന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. അന്ന് രാജശേഖരൻ നായരോട് പറഞ്ഞ ശോഭന ജോർജ് പറഞ്ഞത് ഞാൻ പരാതി തയ്യാറാക്കിയതല്ല, പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഒരു പരാതി തയ്യാറാക്കിയത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാനുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ബ്ലാക്ക് മെയിലറാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പി ശശി ഒരു കള്ള പരാതി ഉണ്ടാക്കി. അത് ആരാ എഴുതിയാറാമോ? ചെറുനീർ ശശിധരൻ നായർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ പിന്നീട് കണ്ടു. അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്, എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ എതിരാളികളെ നശിപ്പിക്കാൻ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ അകത്താക്കാനും കൊല്ലാനും വേണ്ടി എങ്ങനെയാണ് ഭരണാധികാരികൾ പ്രവർത്തിച്ചത് എന്നുള്ളതിന് തെളിവായിരുന്നു കേസ്. ആ കേസിൽ ഹൈക്കോടതി കോഷ് ചെയ്തു. അതിൽ പറഞ്ഞത് ഈ കേസ് കള്ളക്കേസാണെന്നും ഭരണകൂട ഭീകരതയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത്. അതോടൊപ്പം എനിക്ക് 3 ലക്ഷം രൂപ കോഴിക്കോട് കോടതി അനുകൂലമായി വിധിച്ചു. അത് കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞു, ഞാനതൊക്കെ കഴിഞ്ഞു. എൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരുന്നു. 2005 ഞാൻ ലാവ്ലിംഗ് കേസ് പുറത്തുവിടുന്നത്. ലാവ്ലിംഗ് കേസ് പുറത്തു വിട്ട ഉടൻ തന്നെ അന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ മരുമോനിസത്തിൻ്റെ ആളായ റിയാസിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത്. എൻ്റെ ഓഫീസ് കത്തിച്ചത് എന്തിനാണ്? അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്താനാണ്. അവിടെ ഉണ്ടായിരുന്ന ലാവ്ലിംഗ് കേസിൻ്റെ സുപ്രധാനമായ രേഖകൾ കടത്താൻ വേണ്ടിയിട്ടാണ് റിയാസും സംഘവും പെട്രോളുമായി വന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചത്. അവിടെ നിന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു ഈ ഓഫീസ് എവിടെയാണെന്നുള്ളത്. ഇവരാദ്യം പോയത് പ്രിൻറ്റിംഗ് പ്രസ്സിലായിരുന്നു. ആ പ്രിൻറ്റിംഗ് പ്രസ്സുകാരൻ ഈ ഓഫീസ് ബോർഡൊന്നും വെക്കാത്ത ശരിക്കുള്ള ഒരു ഓഫീസ് മുന്നിലുണ്ട്, പിന്നിൽ ആരും അറിയാത്ത ബിൽഡിങ്ങിലായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസ് കണ്ടെത്തുകയും അവിടെ വന്നിട്ട് എല്ലാവരെയും ഓട്ടിച്ച ശേഷം മാനേജർ അടക്കമുള്ള ആളുകൾ മർദ്ദിച്ച ശേഷം അവർ തോക്കോലൊക്കെ വാങ്ങി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഫയലുകളെല്ലാം എടുത്തുകൊണ്ടുപോയി. ആ ലാവ്ലിംഗ് കേസിൽ രേഖകളെല്ലാം തന്നത് അന്ന് ഞാൻ രഹസ്യമായി വെച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ വെളിപ്പെടുത്തേണ്ടത് ഈ ബാലാനന്ദനായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിരുന്നു കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി. പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി വെറുതെ കെട്ടിച്ചമച്ച സംഭവമാണെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ 3 കൊല്ലക്കാലം സിംഗപ്പൂരിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത അടുത്ത കാലത്ത് ചെയ്ത് ഞാനല്ല, ശ്രീ ഷാജഹാനാണ്. അതായത് ആ 3 വർഷക്കാലം ഈ ലാവ്ലിംഗ് ഈ പറയുന്ന കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി പ്രവർത്തിച്ച ഫാരിസ് അബൂബക്കറോടൊപ്പം പ്രവർത്തിച്ച കാലഘട്ടത്തിൽ പിണറായി വിജയൻ നിരന്തരമായി അവിടേക്ക് കുടുംബസമേതം യാത്ര ചെയ്തിരുന്നു. അവിടുത്തെ ബാങ്കുകളിൽ വന്ന 75 കോടിയോളം രൂപ, ഇവിടെ നിന്നാണ് SNC ലാവ്ലിംഗ് വഴി വന്ന 75 കോടി രൂപയുടെ രേഖകളടക്കമാണ് അന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ ലാവ്ലിനുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമല്ല, പിണറായി വിജയൻ്റെ വിദേശത്തുള്ള UAE അടക്കമുള്ള അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകളടക്കമാണ് കൊണ്ടുപോയത്. ആ രേഖകൾ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മുടെ റിയാസിന് പിന്നെ ലോട്ടറി അടിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചതിൻ്റെ പേരിലും എൻ്റെ ഓഫീസ് തകർത്തതിൻ്റെ പേരിലും റിയാസ് 25 ദിവസമാണ് ജയിലിൽ കിടന്നത്. പക്ഷേ അത് 25 ദിവസം ജയിലിൽ കിടന്നത് അതുകൊണ്ട് എന്താ ദോഷം? അദ്ദേഹത്തിന് എന്ത് കിട്ടി? അടുത്ത ഇലക്ഷനിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇലക്ഷന് ഞങ്ങളെ വാർഡിൽ തന്നെ നിന്നു. അദ്ദേഹത്തെ ഞങ്ങളടക്കം തോൽപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നു ഞങ്ങളടക്കം വേറെ റിയാസിനെയും കൂടെ സ്ഥാനാർത്ഥിയാക്കി ക്രൈമിൻ്റെ പ്രത്യേക ലക്കാർക്ക് അദ്ദേഹത്തെ തോൽപ്പിച്ചു. പക്ഷെ പിന്നെ കൊടുത്തത് ബേപ്പൂരിലെ സീറ്റാണ്. കാരണം അവിടെ ആരെ കൊണ്ടിട്ടാലും വിജയിപ്പിക്കാവുന്ന സീറ്റിൽ അദ്ദേഹത്തെ നിർത്തി, അദ്ദേഹത്തെ വിജയിപ്പിച്ചു. പിന്നെയോ അദ്ദേഹത്തിന് മന്ത്രിയായി. ഏത് വകുപ്പിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുക? ഒരു വകുപ്പും ഇല്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ആണെന്ന് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ആ കേസിൽ അതിൽ മരുമോന് എല്ലാ സൗകര്യം കിട്ടി. മാത്രമല്ല മോളെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാരണമായി തീർന്നതും അത് തന്നെയാണ്. രണ്ടാമതൊരു കാരണം കൊണ്ട് ഈ പറയുന്ന ഫാരിസ് അബൂബക്കറിൻ്റെ സ്വന്തം ആളാണ് റിയാസ്. ഇതാണ് അതിൻ്റെ ചരിത്രം.
ഇതേപോലെ തന്നെയാണ്, ഞാൻ അതിൻ്റെ കൂടുതലേക്ക് പോകുന്നില്ല. നമ്മുടെ ഷാജഹാൻ അറിയുന്നത്ര വേറെ ആർക്കും ലാവ്ലിൻ കേസിനെ കുറിച്ച് അറിയില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ലാവ്ലിൻ കേസ് പോരാടുന്ന അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഷാജഹാൻ അറിയാത്തൊരു രഹസ്യം ഞാൻ പറയാം. അതായത് ലാവ്ലിൻ കേസ് ഞാൻ ഓഫീസ് കത്തിച്ച ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായൊരു സംഭവം, കൊട്ടേഷൻ ടീമിനെ എന്നെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ള വിവരം കൊട്ടേഷൻ ടീം തന്നെയാണ് എന്നെ അറിയിക്കുന്നത്. അങ്ങനെ അത് അറിയിക്കുന്നതനുസരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 2005 ഫെബ്രുവരി 14 അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി വർഗവഞ്ചകനായ നന്ദകുമാറിനെ കൊല്ലാൻ തീരുമാനിച്ചു, ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനമെടുത്തു. പിന്നെ പ്രമുഖരായ മംഗളത്തിൻ്റെ എഡിറ്റർമാർ, അജിത് കുമാർ, രാജശേഖരൻ നായർ, ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ, അങ്ങനെയുള്ള ആളുകൾ എന്നെ അറിയിക്കണം, നന്ദകുമാറിന് യാതൊരു കാരണവശാലും നന്ദകുമാർ ജീവിക്കാൻ പോകുന്നില്ല, അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? സാധാരണ ലെവലിൽ അങ്ങനെ പാർട്ടി തീരുമാനിച്ചാൽ അതോടെ കഴിഞ്ഞു എന്നാണ്. CPM തീരുമാനിച്ച ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച ഫൈനൽ, വർഗവഞ്ചകനല്ലേ. പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു? എറണാകുളത്ത് പ്രസ് ക്ലബിൽ അഡ്വക്കേറ്റ് രാംകുമാറിനെ കണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഓഫീസ് കത്തിച്ചതിലെല്ലാം, എൻ്റെ ഓഫീസ് കത്തിച്ച് മാത്രമല്ല ക്രൈമിൻ്റെ കോപ്പികൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്നെ കൊല്ലാനും തീരുമാനിച്ച കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി രാംകുമാറിൻ്റെ അടുത്ത് പോയി. രാംകുമാറിൻ്റെ ആദ്യം പോലീസ് പ്രൊട്ടക്ഷനാണ് ഞാൻ പറഞ്ഞത്. എടാ ഒരു കാരണവശാലും പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കരുത്, അത് പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചാൽ അതിൻ്റെ മറവിൽ നന്ദകുമാറിനെ തട്ടാൻ പറ്റും, പോലീസുകാർ കൊന്നെന്ന് പറയും. അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്, അതിന് കാരണം പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഭീരുകൂടിയാണ്. അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണം വന്നാൽ, അദ്ദേഹമാണ് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് അറിഞ്ഞാൽ, പിന്നെ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ പരിപാടിക്ക് അദ്ദേഹം നിൽക്കില്ല എന്ന രാംകുമാറിൻ്റെ ഉപദേശപ്രകാരം അതുപ്രകാരം ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷനിലാണ് ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്ത ഉടനെ തന്നെ ഞാൻ പത്രസമ്മേളനം വെച്ച് ഇത് വാർത്ത കൊടുത്ത് എല്ലാ പത്രങ്ങളും വലിയ വാർത്ത വന്നു. എന്നെ കൊട്ടേഷൻ ടീമിനെ കൊല്ലാൻ ഏൽപ്പിച്ച പിണറായി വിജയൻ ഓൺ ദ സ്പോട്ട് കൊട്ടേഷൻ ടീമിനെ എല്ലാം പിൻവലിക്കുകയാണ്. എന്നോട് ഈ അടുത്ത കാലത്ത് ഞാൻ KK രമയെ കണ്ടപ്പോൾ KK രമ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ TPA-നേക്കാൾ മുമ്പ് കൊല്ലപ്പെടേണ്ടത് നന്ദകുമാറായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നന്ദകുമാർ രക്ഷപ്പെട്ടത് എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അഡ്വക്കേറ്റ് രാംകുമാർ ഇങ്ങനെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു, പിണറായി വിജയൻ ഇത്ര ഭീരുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം പാർട്ടി പ്രവർത്തകരുടെ പേരിലാണ് കൊല്ലപ്പെടാറ്. ഇത് പിണറായി വിജയൻ പ്രതിയാകുമെന്ന് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് എന്നെ പിണറായി വിജയൻ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയും ഞാൻ പറഞ്ഞു, TPക്കും ഇതേപോലെ രക്ഷപ്പെടാമായിരുന്നു, ഒരു പെറ്റീഷൻ നേരത്തെ ഫയൽ ചെയ്താൽ മതിയായിരുന്നു. കാരണം 2005 ഈ ക്രൈം ലാവ്ലിൻ കേസ് കൊണ്ടുവന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന് ഏറ്റവും തിരിച്ചടി കിട്ടിയത് ലാവ്ലിൻ കേസിലൂടെയാണ്. ആ ലാവ്ലിൻ കേസ് പുറത്ത് കൊണ്ടുവന്ന് CBI അന്വേഷണം കൊണ്ടുവന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരടാണ്. ആ സംഭവത്തിൽ ഞാൻ രക്ഷപ്പെട്ടത് ഈ വിധത്തിലാണ്. എന്നാൽ KK രമയ്ക്ക് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ ധീരരായ പോരാട്ട നായകന്മാരാണ്, എന്തിനും നേരിടാം എന്നാണ്. കാരണം മരണത്തെ പേടിയില്ലാത്ത ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പേടിക്കുന്ന ഒരാളായിട്ടല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറേയും കൂടി പോരാടാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി നമ്മുടെ ഷാജഹാൻ അറിയാൻ വേണ്ടി, ഞാൻ ലാവ്ലിൻ കേസ് CBI അന്വേഷണം കൊടുക്കാൻ ആരാണ് കാരണക്കാരെന്ന് അറിയാമോ? എൻ്റെ ഓഫീസ് കത്തിച്ച ശേഷം കോഴിക്കോട് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്. ഞാൻ അറിയാത്ത നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. എന്നോട് മറുതലയ്ക്ക് വിളിച്ചത് വേറെ ആരുമില്ല, VS അച്യുതാനന്ദനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, നന്ദകുമാർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നന്ദകുമാറിന് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുക്കാൻ താല്പര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തേക്ക് എന്ത് സന്തോഷമുള്ളത്. ഞാൻ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇത് കള്ളക്കേസാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കള്ളക്കേസ്. അപ്പോൾ എനിക്ക് തെളിയിക്കാനുള്ള അവസരമാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് കൊടുക്കാൻ തയ്യാറായി. അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, എൻ്റെ രേഖകളെല്ലാം നശിച്ചു പോയി, ഞാൻ എന്ത് ചെയ്യും? അതൊന്നും പേടിക്കേണ്ട, രേഖകൾ അവിടെ എത്തിക്കോളും, ആ രേഖകളുമായിട്ട് നന്ദകുമാർ അറിയുന്ന ഒരാൾ അവിടെ എത്തിക്കോളും എന്ന് പറയുകയും അധികം താമസിയാതെ എന്നെ PC ജോർജ് വിളിക്കുകയും ചെയ്യാണ്.
ആ PC ജോർജാണ് എനിക്ക് എല്ലാ രേഖകളും പിന്നീട് ഫയലാക്കി 3 ഫയലാക്കി കൊടുത്തേച്ചത്. ആ ഫയൽ തയ്യാറാക്കി എല്ലാം റെഡിയാക്കിയിട്ടുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നേക്കാളധികം ലാവ്ലിൻ കേസിനെ പറ്റി പഠിച്ചിട്ടുള്ള KM ഷാജഹാനാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ആ നന്ദി പറയുകയാണ്. ആ രേഖ കിട്ടിയില്ലായിരുന്നെങ്കിൽ, എനിക്ക് രണ്ടാമത്തെ രേഖ കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്ക് അതേ സമയത്ത് PT തോമസും കുറേ രേഖകൾ തരികയുണ്ടായി, കിട്ടാത്ത കുറേ രേഖകൾ തരികയുണ്ടായി. അങ്ങനെയാണ് കേരളത്തിൽ ലാവ്ലിൻ കേസ് CBI അന്വേഷണം വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2005, 2006 കാലഘട്ടത്തിലാണ് ഇവിടെ ഇലക്ഷൻ നടന്നത്. ആ സമയത്ത് VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ്റെ കൈവശം 2005 അവസാനം മാർച്ച് മാസം ഈ പാർട്ടി കൈവശം വന്നു. പിന്നീട് ആരാണ് മുഖ്യമന്ത്രി? പിണറായി വിജയനെ പോലുള്ള ഒരാൾ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ 2006 ഭരണത്തിൽ ആരായിരിക്കും തടസ്സമില്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക? VS അച്യുതാനന്ദനേക്ക് അമ്മയെ വെട്ടിമാറ്റി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമായിരുന്നു. എന്നാൽ തടസ്സമായി വന്നത് ഞാൻ കൊടുത്ത ലാവ്ലിൻ കേസായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അന്നേ VSനെ വെട്ടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള പോരാട്ടത്തിലാണ് വീണ്ടും 2021 കാലഘട്ടത്തിൽ കാലഘട്ടത്തിലാണ് വീണ്ടും ഞാനൊരു കുറച്ച് കാലം, ഒരു 3-4 വർഷക്കാലം ഞാൻ ക്രൈമെല്ലാം നിർത്തിവെച്ചു. ഈ നമ്മുടെ കോവിഡ് കാലത്ത് എത്ര മാർക്കറ്റ് ചെയ്താലും വിജയിക്കില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് 2021 ഞാൻ വീണ്ടും ഓൺലൈൻ ചാനലായി രംഗത്ത് വരുന്നത്. ആ ഓൺലൈൻ ചാനലായി രംഗത്ത് വന്ന അന്ന് മുതൽ കേരളത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട ഒരു പത്രപ്രവർത്തകനായി ഞാൻ തീർന്നു. ഞാൻ ആ കാലഘട്ടത്തിലാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് പോയി പിണറായി വിജയൻ്റെ എനിക്ക് അതിനിടയിൽ രേഖകൾ കിട്ടുകയാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട. അതിലേറ്റവും സുപ്രധാനമായ രേഖ എന്ന് പറയുന്നത് 10,000 കോടി രൂപ വിദേശത്ത് ബിനാമി ഇടപാടുകളിലുള്ള രേഖകളാണ് എൻ്റെ കൈവശം വന്നിരുന്നത്. ആ ബിനാമി രേഖകൾ വന്ന എൻ്റെ കൈവശമുള്ള രേഖകൾ ഈ സന്ദർഭത്തിൽ എനിക്ക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെറ്റർ അയക്കാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടതിൽ ചോദ്യം ചെയ്യണം, അതിൽ പിണറായി വിജയൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള രേഖകൾ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻഫോഴ്സ്മെൻറ്റിൽ പോയി എൻ്റെ മൊഴി കൊടുക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ രേഖകൾ കിട്ടുന്നത്. ഈ രേഖ ഞാൻ ആർക്ക് കൊടുക്കുകയാണ്? എൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കുകയാണ്. ഈ എൻഫോഴ്സ്മെൻറ്റിന് കൊടുത്ത രേഖ ഞാൻ വിചാരിച്ചത് അതോടുകൂടിയിട്ട് പിണറായി വിജയൻ കുടുങ്ങാൻ പോവല്ലേ, അതേപോലെ ലാവ്ലിൻ കേസിൻ്റെ സുപ്രധാനമായ രേഖകളാണ് ഞാൻ കൊടുത്തത്. ആ രേഖയിൽ കൊടുക്കുമ്പോൾ തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുകയുണ്ടായി 75 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്നു എന്ന് പറയുന്ന കാര്യം സത്യമാണ്. പക്ഷേ ആ പണം നന്ദകുമാർ കേസ് ഫയൽ ചെയ്ത സമയത്ത്, ലാവ്ലിൻ കേസിൽ കേസ് ഫയൽ ചെയ്ത സമയത്ത് ആ പണം തിരിച്ചിട്ട് പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന ദിലീപ് രാഹുലിൻ്റെ ദുബായിലേക്കുള്ള അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ഈ പറയുന്ന കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അവിടെ നിന്ന് പൂട്ടിയിട്ട് സ്ഥലം വിടുകയും ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ എക്സാലോജിക് എന്ന കമ്പനി ഇപ്പം പൂട്ടി സ്ഥലം വിട്ടു. കാരണം എന്താ? അതിനെതിരെ മകളുടെ പേരുള്ള കമ്പനിയാണ് ഇപ്പം ബാംഗ്ലൂരിലെ കമ്പനി പൂട്ടിയത്. കാരണം താൽക്കാലിക പണ ഇടപാടുകൾക്ക് ഇത്തരം കള്ള ഇടപാടുകൾക്ക് വേണ്ടിയിരുന്ന കമ്പനി ഉണ്ടായിരുന്നത്. ഇതേപോലെയായിരുന്നു കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ടായിരുന്നത്. ആ കമ്പനി പൂട്ടി സ്ഥലം വിട്ടതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? പിന്നീട് അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു കമ്പനി അവിടെ ഇപ്പോൾ നിലവിലില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി പിണറായി വിജയൻ അടുത്ത കാലത്ത് ഇന്നലെ 2-3 ദിവസം മുമ്പ് പത്രസമ്മേളനം പറയും എൻ്റെ പേരിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞ് പലരും പറഞ്ഞില്ല. എന്നിട്ട് ഒരു അന്വേഷിച്ച് എന്ത് കിട്ടിയെന്നാണ്. കിട്ടിയതെന്താ വെച്ചാൽ ഇപ്പോൾ ആ കമ്പനി ഇല്ല എന്നാണ്. അതിൻ്റെ ഉത്തരമാണ് ഷാജഹാൻ പറഞ്ഞത്. ഷാജഹാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ, പിണറായിയുടെ മകൻ വിവേക് തായ്ക്കണ്ടി 3 വർഷക്കാലം വിദേശത്ത് സിംഗപ്പൂരിലായിരുന്നു. ആ സിംഗപ്പൂരിൽ എന്തിനാണ് പോയത്? അവിടെ പാർട്ടി വളർത്താൻ പോയതാണോ? പിണറായി വിജയൻ എന്തിനാണ് ഇവിടുത്തെ കുടുംബസമേതം നിരന്തരം സിംഗപ്പൂരിൽ പോയത്? പാർട്ടി വളർത്താനാണോ? പാർട്ടി പ്രവർത്തനത്തിനാണോ? അവിടെ പോയത് ഈ ഇടപാടുകൾ, ലാവ്ലിൻ കേസിലെ ഇടപാടുകളുടെ പണം ആ വഴിക്ക്, അതായത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് വഴി വന്ന മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട 98.3 കോടി രൂപയിൽ 75 കോടി രൂപ അങ്ങോട്ടാണ് പോയത്. കനേഡിയൻ ഗവൺമെൻറ് കൊടുത്ത പണം അങ്ങോട്ടാണ് പോയത്. വെറും 12.25 കോടി രൂപയാണ് ടെക്നിക്കാലിയ എന്ന് പറയുന്ന മലബാർ ക്യാൻസർ സെൻറ്റർ ബിൽഡിങ്ങിന് വേണ്ടി ടെൻഡറില്ലാതെ കൊടുത്ത സ്ഥാപനത്തിലേക്ക് വന്നത് നിയമവിരുദ്ധമാണ്, FCRA ലംഘനമാണ്. അങ്ങനെയുള്ളതായിരുന്നു. അതിൻ്റെ ബാക്കി 87 കോടി രൂപ
വന്നിട്ടില്ല. ആ പണത്തിലാണ് 75 കോടി രൂപ പിണറായി വിജയൻ്റെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന ഭാര്യയുടെ പേരിൽ കമ്പനിക്ക് പോയത്. ഇത് ആ ചരിത്രം. ഇപ്പോഴത്തെ ചരിത്രം നമുക്ക് പറയാം. ഈ ചരിത്രത്തിൽ എൻ്റെ ഈ രേഖകൾ വന്ന ഉടൻ തന്നെ എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ എവിടെ പോയി? പിണറായി വിജയന് പോയി. അവിടെ ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പ്രത്യേകം വന്ന് ചോദിച്ചു, നന്ദകുമാർ ഇതെല്ലാം സത്യമല്ലേ? ആണ്. നന്ദകുമാർ എവിടുന്ന കിട്ടി? അത് ഞാൻ പറയാൻ പറ്റില്ല. എന്നാലും പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു അത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതെന്താ പറയാൻ പറ്റത്? ഞാനൊരു പത്രപ്രവർത്തകനാണ്, എവിടുന്ന് കിട്ടിയ സോഴ്സ് നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അയാളുടെ ജീവൻ ശരിയാവും എന്നുള്ള എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ല. നിങ്ങളത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ രേഖ കറക്റ്റാണോ നിങ്ങൾ അന്വേഷിച്ചാൽ പോരെ? എന്തിന്? രണ്ടാമത്തെ ദിവസം എൻ്റെ ഓഫീസിൽ പോലീസ് വരികയാണ്. വീണ ജോർജ് എടുത്ത ഒരു കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ഒരിക്കലും നിലനിൽക്ക് എന്താ പരാതി അറിയോ? അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് ആ പരാതി. വേറെ ഒന്നുമില്ല. എന്നെ ഉച്ചയ്ക്ക് ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്നോട് ഒന്ന് പോലീസ് സ്റ്റേഷൻ വന്നിട്ട് മണിക്ക് ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ എന്നെ കയറ്റലും അപ്പോൾ തന്നെ വീണ ജോർജ് വിളിക്കുകയാണ്. ആ ആളെ കിട്ടിയോ? അല്ല, ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുകയാണ്. രഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറയുന്നത് CI വീണ ജോർജിനെ വിളിക്കുകയാണ്. വീണ ജോർജിനെ വിളിച്ചിട്ട് പറയുകയാണ് ആളെ കിട്ടിയിട്ടോ എന്ന് പറയുകയാണ്. അപ്പം തന്നെ എന്നെ ഇവിടെ കൊണ്ടുപോകണു. എന്നോട് ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ കേസ്? ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഭക്ഷണം മേടിച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ സമയത്താണ് പോലീസ് വന്നത്. പറഞ്ഞു എനിക്ക് ഫുഡ് കഴിക്കേണ്ട സമയമാണ്, അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാകുന്ന നീ കഴിച്ചോട്ടെ. അല്ല അത് നടക്കില്ല, ഫുഡൊക്കെ ഞാൻ അവിടുന്ന് തരും. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഫുഡ് തരും, എനിക്ക് പോലീസ് വന്നാൽ പിന്നെ ഒരു മണ്ണാക്കിനും ചെയ്യാൻ പോകുള്ള എനിക്കറിയാം. അങ്ങനെ ഫുഡ് മേടിച്ചു തന്നു. അയാൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ എന്നോട് ഫുഡൊക്കെ മേടിച്ചു തന്നു. അതിന് ശേഷം ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ കാര്യം, എന്താണ്, എന്തിനാണ് എന്നെ പിടിച്ചോണ്ടത്? അല്ല ഒരു പരാതി വന്നിട്ടുണ്ട്, അതിൽ ഞങ്ങൾ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു FIRൽ വീണ ജോർജിൻ്റെ മൊഴിയൊക്കെ എടുത്തോ? ഇല്ല, വീണ ജോർജിൻ്റെ മൊഴി എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? അവരെ മൊഴിയെടുത്തെല്ലാം വെരിഫൈ ചെയ്തോ? എന്തായിരുന്നു പരാതി ഒന്ന് കാണിക്കൂ. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചത് കൊണ്ട് നന്ദകുമാർ പിന്നെ IT ആക്ട് 67A പ്രകാരം, IT ആക്ട് 67A എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സെക്ഷൽ എക്സ്പ്ലിസിറ്റായ വാർത്തകൾ, സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷൽ ആക്ടിനെയോ അല്ലെങ്കിൽ അതിൻ്റെ വിവരണത്തെയോ പറ്റി പറയുന്ന ഒരു വീഡിയോ ആയിരിക്കണം. ഇതിൽ അങ്ങനെയോ ഒന്നും തന്നെ ഇല്ല. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അങ്ങനെയുള്ള സംഭവത്തിൽ എനിക്ക് എങ്ങനെയാണ് കേസ് എടുക്കാമെന്ന് ഞാൻ ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് കൈ തൊഴുത്ത അയാൾ പറയുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി തന്നെ FIR ഇട്ടിട്ടുണ്ട്. അയാൾ സത്യസന്ധമായ മുഖ്യം അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം FIR ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നാണ് പോയി കോടതി കൊടുക്കുന്നത്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതാണോ ഇവിടുത്തെ നിയമം? അപ്പോൾ എന്നോട് പറഞ്ഞു എത്രയും വേഗം നന്ദകുമാറിനെ ഇവിടെ ആക്കാം, അതായത് പോലീസ് സ്റ്റേഷനാക്കാം, അല്ല കോടതിയിൽ ഹാജരാക്കാം. അപ്പോൾ ശരി പറഞ്ഞിട്ട് എന്നെ ഉച്ചയ്ക്ക് അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറി. നേരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകണം. ഏകദേശം 4 മണിയോട് കൂടിയിട്ട് മെഡിക്കൽ ചെക്കപ്പ് കഴിയുന്നു. കോടതി കയറാൻ സമയത്താണ് അദ്ദേഹത്തിന് കോൾ വരുന്നത്, വേണ്ട തിരിച്ചു കൊണ്ടുവരണം, നേരെ ഓഫീസിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ഓഫീസിൽ വന്നപ്പോൾ ഓഫീസ് നിറയെ പോലീസ്. എന്താ സംഭവിച്ചാൽ എൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുകയാണ്. അവർ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എടുത്തു. അതിന് ശേഷം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴുണ്ട് എൻ്റെ മുന്നിൽ അയാളിരിക്കുന്നത്. അയാൾക്ക് കോൾ വരികയാണ്, വീണ ജോർജ വിളിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ CCTV ക്യാമറ ഊരണം, ഫയലുകളെല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഞങ്ങളെ വീണ ജോർജിനെ കുറിച്ച് ഒരു അഴിമതി പറഞ്ഞൊരു ഫയലുണ്ട്, അതുണ്ട്. പിന്നെ കൂടാതെ വേറെയും ഫയലുകളുണ്ട്, അത് കംപ്ലീറ്റ് എടുക്കണം. പ്രത്യേകം പറയുന്നുണ്ട് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫയലിന് അത് കംപ്ലീറ്റ് എടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് അവിടുന്ന് കംപ്ലീറ്റ് ഫയൽ എടുക്കുന്നത്. അവിടെ പിണറായി വിജയൻ്റെ ഫയലൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ അന്ന് തന്നെ രാത്രി വന്നിട്ട് എൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, കംപ്ലീറ്റ് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി. എന്നെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ്? ഈ കള്ളക്കേസിനാണ്. കോടതി 7 ദിവസം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്തുകൊണ്ടറിയോ? രാത്രി 12 മണിക്കാണ് എന്നെ കൊണ്ടുപോയിട്ട് വീഡിയോ കോൺഫറൻസ് വഴി എന്നെ ഹാജരാക്കുന്നത്. അന്ന് ഇതില്ല, ഈ കോവിഡ് കാലമായതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴിയാണ്. എൻ്റെ അഡ്വക്കന്മാർക്ക് വിവരം കൊടുത്തില്ല, ജാമ്യക്കാർ വരാൻ പറ്റിയില്ല. ഏതോ മജിസ്ട്രേറ്റിനെ രാത്രി ബന്ധപ്പെട്ട് അതാക്കി മുന്നിലെത്തി വീഡിയോ കോൺഫറൻസ് വഴി എന്നെ ജയിലിൽ അയച്ചു. പിറ്റേ ദിവസം തന്നെ ജാമ്യം കിട്ടാവുന്ന നിസ്സാരമായ സംഭവമാണത്. പക്ഷേ എന്ത് ചെയ്തു? അവിടെ ഈ പറയുന്ന പ്രോസിക്യൂട്ടർ നീട്ടി കൊണ്ടുപോയി. അതിനിടയിൽ എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് സകല എന്തൊക്കെ കിട്ടാവുന്നോ എല്ലാം എടുത്തു കൊണ്ടുപോയി. അതിന് ശേഷം എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി എൻ്റെ ഓഫീസിൽ ആളെ കയറ്റി. അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്ത സമയത്താണ് ഷാജഹാൻ എന്നെ ആ പോലീസ് സ്റ്റേഷനിൽ വന്നത്. ആ പോലീസ് ഓഫീസറോട് ഞാൻ പറയുകയാണ്, ആദ്യം വിളിച്ച് പറയുകയാണ്, എനിക്കെതിരെ ഒരു കള്ളക്കേസ് വരുന്നുണ്ട് കേട്ടോ, ആ കള്ളക്കേസ് എന്താ വരികയാണെങ്കിൽ എന്നെയും കൂടെ എല്ലാം കേട്ടിട്ട് നിങ്ങൾ നടപടി എടുക്കാവോ? അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. ഏത് കേസ് വന്നപ്പോൾ എന്നെ പൊളച്ചേക്ക് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും.
എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എൻ്റെ ഓഫീസും വീടും റെയ്ഡ് നടക്കുന്ന സാധാരണ പോലെ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോകണം. അതിനുശേഷം ഇതേപോലുള്ള ഒരു 4, 5, 6 കേസുകൾ വരികയുണ്ടായി. ഇതിലൊക്കെ തന്നെ ഇതേതായപ്പോൾ അവസാനം ഞാൻ നിക്കക്കളിയില്ലാതെ ഈ അടുത്ത കാലത്ത് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ ഒരു സംഘം പോലീസ്, തിരുവനന്തപുരം സൈബർ പോലീസ് വന്നു. സൈബർ പോലീസ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ മുട്ടി വിളിച്ചപ്പോൾ സൈബർ പോലീസ് തിരുവനന്തപുരമാണ്, ഒരു 10-12 പേരുണ്ട്, 2 ജീപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഇപ്പം തന്നെ പുറപ്പെടണം, തിരുവനന്തപുരത്ത് പോകണമെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് വകയിൽ നിങ്ങളിപ്പോൾ വരേണ്ട? അപ്പം എന്നോട് പറഞ്ഞു, അതല്ല, ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട്. ആ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം BNSS 35(3) പ്രകാരമുള്ള നോട്ടീസ് ആദ്യം തരുന്നു. അല്ല, അതൊക്കെ അവിടെ വന്നാൽ തരും. ഞാൻ അവിടെയല്ല, നിയമം അതാണ് അനുശാസിക്കുന്നത്, നിങ്ങൾക്ക് റെക്കോർഡ് ഇതാ, നിങ്ങളിത് പ്രകാരമല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ എൻ്റെ വീട്ടിൽ നിന്ന് VD സതീഷിനെ ബന്ധപ്പെട്ടു. VD സതീശൻ അപ്പോൾ തന്നെ DGPയെ വിളിച്ചു. DGPയുടെ വളരെ കർശനമായി താക്കീത് കൊടുത്തു, നന്ദകുമാറിനെ ഏതെങ്കിലും കാരണവശാൽ ഈ കേസിൽ നോട്ടീസ് നൽകാതെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇത് വളയും, അത് വേണോ വേണ്ട എന്ന് നിങ്ങൾ നിശ്ചയിക്കുക. പുലർച്ചയ്ക്ക് 5 മണി വരെ എൻ്റെ വീട്ടിൽ തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇരുന്നു അവിടെ. അവസാനം അവർ പറഞ്ഞു നോട്ടീസ് തരാൻ വന്നിട്ട് നോട്ടീസ് ഒന്ന് കൊണ്ടുപോയി. അതാണ് കോടതിയിൽ വന്നപ്പോൾ ഈ കേസേ നിൽക്കില്ല. VS അച്യുതാനന്ദൻ സിന്ധു ജോയിയെ പറ്റി പറഞ്ഞ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ, അതേപോലെ ചില കാര്യങ്ങൾ അടിസ്ഥാനത്തിലായിരുന്നു എൻ്റെ വാർത്ത. അതിൽ അശ്ലീലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ ITAC 67 ഒരു കാരണവശാലും വരില്ല, ITAC വരില്ല, ഒരു വകുപ്പ് എൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റുന്ന സംഭവമായിരുന്നില്ല. അപ്പം ഇത് എൻ്റെ ഒരു കാര്യം മാത്രമാണ്. നമുക്കറിയാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലാസ്റ്റ് നടന്നൊരു സംഭവം, ഷാജഹാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നപ്പം കോടതി പറയല്ലേ എന്താ ഉള്ളത് ഇതിനകത്ത്? ഒന്നുമില്ല, നമ്മൾ നേരിട്ട് കണ്ടുള്ളതാണ്. ഇതായിരിക്കുന്ന സുമേഷ് മാർക്കപ്പോളോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സകല കമ്പ്യൂട്ടർ ഓരോ തവണയും ഓരോ കേസ് എടുക്കും, എല്ലാ സാധനം എടുത്തുകൊണ്ട് ഇനി ഞാൻ ഇതൊന്നും ഇല്ലയെന്ന് അദ്ദേഹം ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഷാജസ്കറിയെ നമ്മൾ നമിക്കണം. കാരണം അദ്ദേഹം നടത്തിയ പോരാട്ടം നമ്മളെ അതിൻ്റെ ചില ഭാഗങ്ങളിൽ ഞാനും പങ്കാളിയായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു, ആദ്യം മുതൽ ഫൈറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തോട് കാണിച്ച അനീതി, ഇതേപോലുള്ള നമ്മൾ പറയാത്ത ധാരാളം ആളുകൾക്കെതിരെയാണ് ഇതുപോലെ കള്ളക്കേസ് എടുക്കുക, ചോദ്യം ചെയ്യില്ല. എന്നെ ഒന്നും ചോദ്യം ചെയ്തില്ല കേട്ടോ, ഒരു കേസിൽ എന്നെ ചോദ്യം ചെയ്യില്ല. എനിക്ക് തെളിവ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദ്യമല്ലേ, ഞാൻ അങ്ങോട്ട് പറയും തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ കോടതി കൊടുത്താൽ മതി എന്നാണ് പറയാം. സാധാരണ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഭാഗം കേട്ട് ശരിയാണോ അല്ലെന്ന് പരിശോധിച്ച് എന്നിട്ട് മാത്രമേ ഈ കേസ് എടുക്കാവൂ. അതാണ് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. FIR ഇട്ട് കഴിഞ്ഞാൽ മാത്രം പോരാ, അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുന്ന പരിപാടി നമ്മുടെ കാര്യത്തിലൊന്നുമില്ല. പിണറായിക്കെതിരെ വാർത്തകൾ ചെയ്യുന്ന, പിണറായിയെ വിമർശിക്കുന്ന, അല്ലെ P ശശിയെ വിമർശിക്കുന്ന ആളുകളൊന്നും ഇവിടെ പത്രപ്രവർത്തകരെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ മിക്ക വിമർശിക്കുന്ന പത്രപ്രവർത്തക സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള നിലപാടാണത്. ഇപ്പോൾ അവസാനം നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയതുപോലെ ഇപ്പം അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക നില എത്രയാണ്, എവിടെയാണ് നിൽക്കുന്നത്? ഒരു പാട്ട് കൊണ്ട് പോലെ അങ്ങേക്ക് അതിനെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതെ, 2 ദിവസം മുമ്പ് നമ്മൾ ഇന്നലെ കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന സംഭവം ഇതിൻ്റെ ഒരു പരിച്ഛേദമാണ്. നമ്മൾ ഇനി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇപ്പോൾ മുതലെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഈ കഴിഞ്ഞ ഭരണാധികാരി പിണറായി വിജയൻ എന്ന് പറയുന്ന അധമനായ ഈ ഭീകരവാദിയെയാണ് നമ്മൾ നേരിട്ടതെങ്കിൽ ഇതേപോലെ നാളത്തെ ഭരണാധികാരികളും ഇത് അനുവർത്തിക്കും. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ നടന്നുള്ള കേസുകളിൽ ശക്തമായ പോരാട്ടം നടത്തി പിണറായി വിജയനെ തുറങ്കിലടയ്ക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാ പിന്തുണയും ഈ കാര്യത്തിൽ എൻ്റേതുണ്ടായിരിക്കും. മുന്നിട്ടിറങ്ങി എല്ലാ കാര്യത്തിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ. നന്ദി, നമസ്കാരം.